പാലക്കാട് അട്ടപ്പാടിയിൽ അച്ഛനെ മക്കൾ അടിച്ചുകൊന്നു. അട്ടപ്പാടി പാക്കുളത്താണ് സംഭവം. വിവരങ്ങളുമായി ഹരിത കരുണാകരൻ ചേരുന്നുണ്ട്. ഹരിത, നിരന്തരം ഇത്തരം വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന വാർത്ത രണ്ട് മക്കൾ ചേർന്ന് അച്ഛനെ അടിച്ചു കൊന്നു എന്നുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാം ലഭ്യമായിട്ടുണ്ട്? എന്തിന്റെ പേരിലാണ് ഈ ഒരു പ്രകോപനം ഉണ്ടായത്? മരണത്തിലേക്ക് വരെ നയിച്ച പ്രകോപനം എന്തിന്റെ പേരിലാണ്? ഈ രണ്ട് യുവാക്കൾക്കെതിരെ അന്വേഷണമോ അതുപോലുള്ള എന്തെങ്കിലും നിയമ നടപടികളോ സ്വീകരിച്ചിട്ടുണ്ടോ ഇതുവരെ? അതുല്യ, ഇന്ന് ഉച്ചയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ മക്കളായിട്ടുള്ള 3 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. രഞ്ജിത്തും രാജേഷ് തുടങ്ങിയ ഈ 2 മക്കളും ഒരു പെൺകുട്ടിയുമാണ് ഈ മരിച്ച ഈശ്വരനുള്ളത്. അയാൾക്ക് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ നിരന്തരം ഈ വീട്ടിലുണ്ടായിരുന്ന വടികളൊക്കെ എടുത്തിട്ട് മക്കളെ ഇടയ്ക്ക് ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള ലഭിക്കുന്ന ഒരു വിവരം. അങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഇന്നും അയാൾ പതിവ് പോലെ മക്കളെ ഇങ്ങനെ വടികൊണ്ട് അടിക്കുകയും അടിച്ച സമയത്ത് മക്കൾ പ്രതിരോധിക്കാൻ വേണ്ടി അച്ഛനെ വലിച്ചഴിച്ച് താഴെ ഇടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ നാട്ടുകാർ വളരെ വൈകിയാണ് ഈ ഒരു സംഭവം അറിയുന്നത്. തുടർന്ന് പോലീസ് അവിടെ എത്തുമ്പോഴും മക്കൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അച്ഛന് മാനസിക വെല്ലുവിളി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസ് ഈ മക്കളെ 2 പേരെയും ഈ രഞ്ജിത്തിനെയും രാജേഷിനെയും കസ്റ്റഡിയിലെടുത്തു. ഇവർക്കുള്ള ഒരു മകളാണ്. മകൾ ചെറുതാണ്, +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇയാളുടെ ഭാര്യ ഏറെ നാളായി ആ വീട്ടിലല്ല കഴിയുന്നത്, സ്വന്തം വീട്ടിലാണ് കഴിയുന്നത്. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ അച്ഛൻ മക്കളെ പതിവ് പോലെ അടിച്ച സമയത്ത് ആ ഒരു പ്രകോപനത്തിന്റെ പുറത്താണ് മക്കൾ അച്ഛനെ തിരിച്ചു തല്ലുകയും മരണം സംഭവിക്കുകയും ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുല്യ. ശരി ഹരിത, പാലക്കാട് അട്ടപ്പാടിയിൽ 2 യുവാക്കളായ മക്കൾ അച്ഛനെ അടിച്ചുകൊന്നു. അതും മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെയാണ് അടിച്ചുകൊന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഹരിത കരുണാകരനാണ്.